ഹായ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്നൊരു ഫിഷ് വിഭവമാണ് കേട്ടോ, തെരണ്ടി ഫ്രൈ. നല്ല സ്പൈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു തെരണ്ടി ഫ്രൈ ആണ്. സാധാരണ തെരണ്ടി കറികളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടൊരു തെരണ്ടി ഫ്രൈ ആണ്. വളരെ സിമ്പിളാണ്, ഈസിയാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിനു വേണ്ടി സാധനങ്ങൾ 1/2 കിലോ തെരണ്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ തെരണ്ടിക്ക് പകരം നല്ല ഫ്ലഷുള്ള ഏത് ഫിഷ് ആയാലും നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ, ഒരു ലെമണിൻ്റെ ജ്യൂസ്, അധികം എരിവില്ലാത്ത 4 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ എരിവനുസരിച്ച് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. പിന്നെ പെപ്പർ പൗഡർ 1 ടീസ്പൂൺ, മറ്റു പൊടികൾ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, പെരിഞ്ജീരകത്തിൻ്റെ പൊടി 1 ടീസ്പൂൺ, ചില്ലി പൗഡർ 3 ടീസ്പൂൺ. അടുത്തത് ഗരം മസാല പൗഡർ 2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് ഒരു എഗ്ഗും കൂടി നമുക്ക് വേണം കേട്ടോ. പിന്നെ ലാസ്റ്റ് കോൺഫ്ലവർ 2 ടേബിൾ സ്പൂൺ. സപ്പോസ് കോൺഫ്ലവർ ഇല്ലെങ്കിൽ അതിന് പകരം നമുക്ക് റൈസ് ഫ്ലോർ ആയാലും യൂസ് ചെയ്യാം. ഇനി ഈ ഫിഷ് പീസസിലോട്ട് കോൺഫ്ലവറും എഗ്ഗും ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ പേസ്റ്റാക്കി ആഡ് ചെയ്തായിരുന്നു. ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റും പിന്നെ അതുപോലെ പൗഡർ ഐറ്റംസും എല്ലാതും ഞാൻ ഇതിലോട്ട് മിക്സ് ചെയ്ത് 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചായിരുന്നു. ഫിഷ് പീസസ് ഒത്തിരി അങ്ങ് വലുതുമല്ല എന്നാൽ ഒത്തിരി ചെറുതുമല്ല, ഒരു മീഡിയം സൈസ് വലുപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബോണൊക്കെ നല്ല ച്യൂവബിളാണ്, നമുക്ക് എപ്പോഴും എനിക്ക് അടിച്ച് തിന്നാൻ പറ്റുന്ന ഒരു രീതിയിലത്തെ ബോണാണ് ഈ തെരണ്ടിയിലത്തെ. അതുകൊണ്ട് പിന്നെ ബോണുള്ളത് പ്രശ്നമല്ല നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇതുപോലെ നല്ലോണം മസാല ഒക്കെ പുരട്ടി 1 മണിക്കൂർ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇനി 1 മണിക്കൂറിന് ശേഷം നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യുന്ന സമയത്താണ് ബാക്കിയുള്ള കോൺഫ്ലവറും എഗ്ഗും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും എഗ്ഗും ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സാക്കി നമുക്ക് ഫ്രൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. കോൺഫ്ലവർ ആഡ് ചെയ്താൽ നമുക്ക് ആ ഫ്രൈ കുറച്ചുകൂടി ക്രിസ്പിനെസ് കിട്ടുവാനും പിന്നെ എഗ്ഗ് ആ ബാറ്ററൊന്നും ഫിഷിൽ നിന്ന് വിട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ആഡ് ചെയ്യണത്. ഇപ്പം എഗ്ഗിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർ അല്ലെങ്കിൽ എഗ്ഗ് കഴിക്കാത്തവരാണെങ്കിൽ എഗ്ഗ് ഒഴിവാക്കാം, കോൺഫ്ലവർ മാത്രമായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഗരം മസാലയുടെ അളവും എരിവിൻ്റെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ ഫിഷിലോട്ട് ഒത്തിരി അങ്ങ് മസാല അങ്ങ് പൊതിഞ്ഞ് എന്നൊന്നും വേണ്ട, ജസ്റ്റ് ഒരു കോട്ടിങ്, നേരിയ കോട്ടിങ് മതി. ഒത്തിരി അങ്ങ് ഹൈ കോട്ടിങ്ങിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇതിലോട്ട് ഒരു തുള്ളി വെള്ളം പോലും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ആ ഒരു നനവും പിന്നെ അതുപോലെ ആ എഗ്ഗിൻ്റെ ഒരു വെറ്റ്നസ് മാത്രം മതി ഈ ഒരു ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. വെള്ളമൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കോട്ടിങ്ങൊക്കെ വിട്ടു പോകും. അതുകൊണ്ട് വെള്ളമൊന്നും ചേർക്കാതെ നല്ലൊരു ട്രാൻസ്പാരൻ്റ് രീതിയിൽ നമുക്ക് ഫ്ലഷൊക്കെ കാണണം, അതുപോലെ ആയിരിക്കണം കോട്ടിങ് ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ തെരണ്ടി ഫിഷ് ആയതുകൊണ്ട് ഉടഞ്ഞു പോകുന്നുള്ള പേടിയൊന്നും വേണ്ട, നന്നായിട്ട് അങ്ങോട്ട് തിരുമ്പി നമുക്ക് എല്ലാവർക്കും ആ കോട്ടിങ് എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം എല്ലാതും എത്തിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തത് ഫ്രൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാമല്ലേ. അപ്പോൾ പാനൊക്കെ നല്ല ചൂടായിട്ടുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഓയിലും നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പീസസ് ആയിട്ട് ഇതിലോട്ട് അങ്ങോട്ട് ഇടാം. പിന്നെ ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഫ്ലെയിം നല്ല ഹൈ ഫ്ലെയിം ആയിരിക്കണം. എല്ലാം പീസസും ഇട്ടതിന് ശേഷം മാത്രമേ ഫ്ലെയിം മീഡിയം ആക്കാൻ പാടുള്ളൂ. മറ്റേ മീനുകൾ വെച്ച് നോക്കുമ്പോൾ തെരണ്ടിക്ക് കുറച്ച് വേവ് കൂടുതൽ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു 10 മിനിറ്റ്സ് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ആ കോട്ടിങ്ങൊക്കെ നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നല്ലൊരു ക്രിസ്പിനെസ് കിട്ടുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ്സ് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാം. അടച്ച് വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല, ഞാൻ ഓപ്പണായിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ ആവി വെള്ളമൊക്കെ വീണ് ഒരു പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാവും, അപ്പോൾ അതൊക്കെ ഒഴിവാക്കാം, കുഴപ്പമില്ല. എന്നാലും നമുക്ക് ഓപ്പൺ ചെയ്തായാലും നമുക്ക് അത് നല്ല ഫ്രൈ ആയിട്ട് തന്നെ കിട്ടും. ഇപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് ഫ്രൈ ചെയ്യണത്.
ഇപ്പോൾ ഒരു ഏകദേശം 5 to 6 മിനിറ്റ് ആയപ്പോൾ അത്യാവശ്യം ഹാഫ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ആ കോട്ടിങ് കുറച്ചും കൂടി ഒന്ന് ക്രിസ്പിനെസ് ആവാനുണ്ട്. അപ്പോൾ അതൊന്നും കൂടിയും ഒന്ന് മറിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, ആവാത്ത സ്ഥലത്തൊക്കെ ഒന്ന് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഫിഷിൻ്റെ കോട്ടിംഗ് ഒന്നും വിട്ടുപോയിട്ടില്ല, അതുപോലെ തന്നെ കൂട്ടിട്ടായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഫിഷൊക്കെ നല്ല ഫ്രൈ ആയി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതേ ഈ പാകമാകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. നല്ല ഡാർക്ക് റെഡായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കോരിയെടുക്കാം. പിന്നെ ഈ ഫിഷ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേപ്പില ആഡ് ചെയ്തെടുക്കാം. ഞാൻ വേപ്പില ഇടാൻ വിട്ടുപോയി, അപ്പോൾ ഞാൻ കുറച്ച് വേപ്പിലും കൂടി വറുത്ത് കോരി ഇതിലിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം ഒരു 10 മിനിറ്റ്സ് ആയപ്പോൾ തന്നെ ഫ്രൈ ആയി കിട്ടിയിട്ടെല്ലാം വെന്ത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അടുത്ത സെറ്റും കൂടി നമുക്ക് ആഡ് ചെയ്യാം. അടുത്തതും ഇതുപോലെ വീണ്ടും ഫ്ലെയിം ഹൈ ആക്കിയതിന് ശേഷം ഓരോ പീസസും അതിലോട്ട് ഇടാം. എല്ലാ പീസസും ഇട്ടതിന് ശേഷം അതിൻ്റെ മേലെ ഒരു പിടി വേപ്പില വെതറിയാൽ നല്ലൊരു ഫ്ലേവർ തന്നെ കിട്ടും ആ റെസിപ്പിക്ക്. അപ്പോൾ അതിനോടൊപ്പം തന്നെ വേപ്പിലയും മുരിഞ്ഞ് നമുക്ക് ഫ്രൈ ആയി കിട്ടും. കാണാനും ഭംഗിയാണ്, ടേസ്റ്റും നല്ലതാണ്. ആ വേപ്പിലയുടെ ഫ്ലേവറും നമുക്ക് ആ ഫിഷിലോട്ട് കിട്ടും. പിന്നെ വേപ്പില ഇടുന്നത് പോലെ തന്നെ പച്ചമുളകും നടുകി കീറി നമുക്ക് അതും ഫ്രൈ ചെയ്തിടാം. അടുത്ത സെറ്റും പകുതി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആയതൊക്കെ ഞാൻ എടുത്ത് മാറ്റുവാണേ. പിന്നെ ആവാത്ത ഭാഗമൊക്കെ ഞാൻ ഒന്നും കൂടിയും ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ അടുത്ത സെക്ഷനും നമുക്ക് ഫ്രൈ ആയി കിട്ടിയിട്ടോ. നല്ലൊരു ഡിഫറെൻറ്റ് ഫ്ലേവറാണ് കേട്ടോ ശരിക്കും ഇത്. അപ്പോൾ ഇതേ മെത്തേഡിൽ തന്നെ ബാക്കിയുള്ള പീസസും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ലാസ്റ്റ് സെക്ഷനാണ് നമ്മളിപ്പോൾ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിൻ്റെ മേലെയും നമുക്ക് ഇതുപോലെ വേപ്പിലൊക്കെ വെതറി ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ ഫ്ലഷ് നല്ല സോഫ്റ്റ് ഫ്ലഷാണ് കേട്ടോ, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ ബോണായാലും നല്ല ച്യൂവബിളാണ്. അതുകൊണ്ട് തന്നെ മുള്ളിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല. കൊച്ചുമക്കൾക്കൊക്കെ ആയാലും കഴിക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഇത് ഇത്തിരി സ്പൈസി ഉള്ള ഒരു ഫ്രൈ ആണ്. ഇപ്പോൾ ഒത്തിരി സ്പൈസി വേണ്ട എന്നുണ്ടെങ്കിൽ എരിവൊക്കെ കുറച്ച് നല്ല മീഡിയം എരിവിലൊക്കെ ഉണ്ടാക്കിയായാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കുട്ടികൾക്ക് കൊടുക്കാനും നല്ലതാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ഹെൽത്തി ഫിഷ് തെരണ്ടി ഫ്രൈ ആണ് നമ്മൾ ഉണ്ടാക്കിയത്. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ നിങ്ങളും തീർച്ചയായും ട്രൈ ചെയ്യണം. അപ്പോൾ ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ടതിൽ ഒത്തിരി നന്ദി. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വിഭവവുമായി ഞാൻ വീണ്ടും വരാം. അതുവരെ ബൈ.